ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജാഥകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണെങ്കിൽ BJP ആകട്ടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ തൃശ്ശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുവരെഴുത്തിലും പങ്കാളിയായി. അങ്ങനെ BJP വ്യത്യസ്തമായ രീതികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തിവരുന്നത്, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്ന ചില പേരുകളൊക്കെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ആരൊക്കെ എവിടെ മത്സരിക്കും എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയായും ഒരു ധാരണയും BJPയിലുണ്ടായില്ല. കാരണം ഇത് ഇടയ്ക്ക് ചെറിയൊരു ആശങ്ക BJPക്കും ഉണ്ടാക്കി, പ്രത്യേകിച്ചും കേന്ദ്ര ബഡ്ജറ്റ് വന്ന സമയത്ത്. വലിയ പ്രതീക്ഷയായിരുന്നു BJP നേതാക്കന്മാർക്കുൾപ്പെടെ കേരളത്തിൽ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായി ചില പ്രഖ്യാപനങ്ങളും BJP നേതാക്കന്മാരും BJP അണികളുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചില്ല, ഒന്നും സംഭവിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ BJP നേതാക്കന്മാർക്കും ചെറിയ ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിരാശ പിന്നീട് അവർ പിടിച്ചു നിന്നു. ആ നിരാശ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ നിരാശ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും എയിംസ് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അതിനു വേണ്ടിയുള്ള 3 സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം, അങ്ങനെ തുടങ്ങി ചില നിബന്ധനകളുണ്ടെന്നും ആ നിബന്ധനകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചില്ല എന്നൊക്കെയായിരുന്നു BJP നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ആക്രമിക്കുന്നത്, BJPക്ക് നേരെ തിരിയുന്നത് എയിംസിൻ്റെ പേരിലാണ്. എന്തായാലും എയിംസ് വിഷയം ഉൾപ്പെടെയുള്ള BJPയുടെ നീക്കങ്ങളെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPIM-ഉം കോൺഗ്രസും നീങ്ങുന്നതും ഒപ്പം തന്നെ അവരുടെ പ്രചരണ ജാഥകളിൽ അവർ പറയുന്നതുമൊക്കെ. എന്തായാലും BJP മറ്റൊരു തരത്തിലെ നീക്കം തുടങ്ങിയിരിക്കുന്നു. കാരണം അവരുടെ ദേശീയ അധ്യക്ഷനെത്തി തൃശ്ശൂരായിരുന്നു അവർക്ക് പാർലമെൻറ്റിലേക്ക് ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയും പിന്നീട് അദ്ദേഹം സഹമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരുന്നു നിതിൻ നവീൻ എത്തി അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും കൃത്യമായും മത്സരരംഗത്തുണ്ടാവും. പ്രത്യേകിച്ചും പഴയ നേതാക്കന്മാരെന്നോ പുതിയ നേതാക്കന്മാരെന്നോ യുവാക്കളെന്നോ യുവതികളെന്നോ അങ്ങനെ ഒരു മുൻതൂക്കമില്ലാതെ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ പരമാവധി മത്സരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ ഗവർണറായിരുന്ന അല്ലെങ്കിൽ ഗവർണർമാരായിരുന്ന PS ശ്രീധരൻപിള്ള, അതുകൂടാതെ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകൾ സ്ഥാനാർത്ഥികളുമായി പരിഗണിക്കുന്ന പട്ടികയിലുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ കിട്ടാതെ പോയത് അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുമോ എന്നൊരു ചോദ്യം നേതാക്കളുടെ മുഖത്തുണ്ട്, ഒപ്പം അണികൾക്ക് ഉണ്ട്. അണികളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കാര്യമായൊന്നും കിട്ടിയില്ലെങ്കിലും കണക്കുകൾ നിരത്തി BJP നേതാക്കന്മാർ ചില കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ തരത്തിൽ ധനസഹായം കിട്ടി എന്നൊക്കെയാണ് കേന്ദ്ര നേതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കന്മാരും പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് റെയിൽ പാതകളുടെ കാര്യത്തിലാണ്. ശബരി പാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി തുടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ചില പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3000-ലധികം കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്ക് കേരളം സാക്ഷിയാകാൻ പോവുകയാണെന്നൊക്കെയാണ് BJP നേതാക്കന്മാർ പറഞ്ഞു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP വലിയ തരത്തിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണ പരിപാടിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഇവിടെ അവർ ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ശബരിമല വിഷയം തന്നെയായിരിക്കും. ശബരിമല വിഷയത്തോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലെ ഭരണപരമായ വീഴ്ചയും ഒപ്പം തന്നെ
UDFിൻ്റെ ഇതായ പ്രവർത്തന ശൈലിയിലുണ്ടായ മാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള ബാന്ധവവും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും BJP വോട്ട് പിടിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇരിക്കുന്നു, പഴയകാല നേതാക്കന്മാരെല്ലാം തന്നെ ഇത്തവണയും BJPയിൽ മത്സരിക്കാനുണ്ടാകും. അതിൽ ഏകദേശം പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും നിരവധി പ്രാവശ്യം വലിയ പ്രതീക്ഷ BJPക്ക് നൽകിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരത്ത് ഇത്തവണ K. സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് BJP ആലോചിക്കുന്നുണ്ട്. നേമമാണ് മറ്റൊരു മണ്ഡലം. നേമത്ത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറയുമ്പോൾ കഴക്കൂട്ടത്ത് V. മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറച്ച തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇതുവരെയായും BJP പുറത്തേക്ക് വിട്ടിട്ടില്ല. കാരണം BJPക്കും ഒരു പ്രഖ്യാപിത നയമുണ്ട്. അവർ BJP കേന്ദ്ര നേതൃത്വമായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അപ്പോൾ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ആ പ്രഖ്യാപനത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലവിൽ ചില പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഊഹാപോഹങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ് BJP നേതാക്കന്മാർ. എന്തായാലും വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. ഫെബ്രുവരി അവസാന വാരത്തിലോ മാർച്ച് ആദ്യ വാരത്തിലോ തിരുവനന്തപുരത്ത് വന്നതുപോലെ തന്നെ എറണാകുളത്തും പ്രധാനമന്ത്രി എത്തും. വലിയ തരത്തിലുള്ള ജാഥകളും റാലികളും സംഘടിപ്പിക്കും എന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. വലിയ താമസമില്ലാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുണ്ടാവും. ഒപ്പം ഇലക്ഷൻ പ്രഖ്യാപനവുമൊക്കെ വരാൻ പോകുന്ന ആഴ്ചകളിൽ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ചില വിജയങ്ങളൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള വോട്ട് വർധന ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ BJP നേതാക്കന്മാർക്കിടയിൽ ചെറിയ തരത്തിലല്ലാത്ത ആശങ്കയുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ഇവരുടെ പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് 10 സീറ്റിൽ കുറയാതെ BJPക്ക് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ അത്തരം പ്രതീക്ഷകളില്ല. ആ പ്രതീക്ഷകളൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകാം എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ BJP ശക്തി സംഭരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങും എന്ന് നേതാക്കന്മാർ പറയുമ്പോഴും കേന്ദ്രം ഒന്നും തന്നിട്ടില്ല എന്ന വാദഗതി ഉന്നയിച്ചുകൊണ്ട് എതിർക്കാൻ LDFും UDFും കേരളത്തിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.